ഞാൻ 9ാം ക്ലാസ്സിലാണ് എൻ്റെ ഫൈനലൈസ് ആയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്ക് ആൺകുട്ടിയായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല അമ്മ, ഞാൻ ഒരു പെങ്കൊച്ചായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. കരഞ്ഞിട്ട് അമ്മയുടെ ഒരു പ്രതികരണം എന്തുവായിരുന്നു? ദേഷ്യപ്പെടലായിരുന്നു? SRS എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഉണ്ടായിരുന്ന ബോഡി പാർട്ട് വെച്ചിട്ട് തന്നെ അതെടുത്തിട്ടാണ് സർജറി ചെയ്യുന്നത്. അതൊരിക്കലും വെട്ടിക്കളയുന്നതല്ല. പൂർണ്ണമായിട്ട് ലിംഗം ഒഴിവാക്കുന്നില്ല? ഇല്ല, എന്നോട് കുറെ പേര് ചോദിച്ച സംശയമാണ്, അതെടുത്ത് മാറ്റിയിട്ട് മറ്റേതെടുത്ത് വെക്കുവാണ്. പുരുഷനിൽ നിന്ന് സർജറിക്ക് ശേഷം ഒരു സ്ത്രീയായി മാറുന്നു. അപ്പൊ ഈ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് നോക്കുമ്പോൾ എന്ത് തോന്നി? പൂർണ്ണത തോന്നി. ചാന്തുപൊട്ടിന്റെ അമ്മ, ചാന്തുപൊട്ടിന്റെ പെങ്ങള്, സ്വാഭാവികമായിട്ട് ആകാംക്ഷ പോലും കേൾക്കാത്ത ഒരുപാട് കുത്തുവാക്കലുകള് അച്ഛനും അമ്മയും അനിയത്തിയും കേട്ടിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അപ്പം പലയിടത്തും നാണക്കേടിട്ടുണ്ട്. ഇനിയുള്ള നിന്റെ ജീവിതം റോഡരികിൽ കണ്ടവന്മാരുടെ ജീവിതമാണെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞവരുണ്ട്. ഇന്ന് വീഡിയോ കാണുന്ന അമ്മയോടും പെങ്ങളോടും അച്ഛനോടും ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? പറഞ്ഞു. ക്ഷമിക്കണം. സത്യം പറഞ്ഞ എൻ്റെ അച്ഛനെയൊക്കെ എനിക്ക് വീട്ടിൽ ഇരുന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാത്തതുണ്ട്. പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ഉള്ളോടാ. തീർച്ചയായിട്ടും പൈസയാണ് എല്ലാവർക്കും വേണ്ടത്. പല കഥകൾ പറയുന്നുണ്ട്, ബിന്ദുവിന്റെ മോൾ അങ്ങനെ പോയിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് അവരോടൊക്കെ ഒറ്റ മറുപടിയേ പറയാനുള്ളൂ. ഞാൻ അന്തസ്സായിട്ട് തന്നെയാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. പെൺപിള്ളേരും പുറകെ നടന്നിട്ടുണ്ട്, ആൺപിള്ളേരും പുറകെ നടക്കും. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പോൾ പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സത്യത്തിലുണ്ടല്ലോ, ഞാൻ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടായിരിക്കാം അവരുടെ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ ആകുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും അങ്ങനെ വേഷം കെട്ടി നടക്കുന്നവരല്ലല്ലോ. ചിലർ നമുക്കറിയാമല്ലോ, ചിലരുടെ കഥകൾ ആളെ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആടയാഭരണങ്ങളൊക്കെ ഉടുത്ത് പിന്നെ അതൊരു ഐഡൻറ്റിറ്റി ആക്കി, എന്നാലാണോ അല്ല, പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വേഷം കെട്ടി നടക്കുന്ന അവരെ അല്ല ഞാൻ പറയുന്നത്. അല്ലാതുള്ള ആയിരക്കണക്കിന് ആൾക്കാർ പിന്നെ ഉണ്ട്. നമ്മൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു സംഭവം, അവർക്ക് എന്തായിരിക്കാം ഉണ്ടാകുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ആവത്തില്ല. അവരുടെ ഉള്ളിൽ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു ചിന്തയായിരിക്കാം. അത് നമുക്കെന്താണ് എന്നുള്ളത് പുറത്ത് നിന്ന് പറയുന്നത് ഒരിക്കലും പിന്നെ പോസിബിൾ അല്ല. കാര്യം നമുക്കത് ലിമിറ്റേഷൻ ഉണ്ട് അങ്ങനെ പറയുന്നതിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് നമ്മളൊരു ഡോക്ടറും കൂടിയല്ലല്ലോ. അങ്ങനെ അവരാണെങ്കിൽ തന്നെയും അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം അതെന്താണെന്ന് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഫീലിങ്സും മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം അത് സംബന്ധിച്ച് ഞാൻ ഇന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോയുടെ തമ്പിലൈൻ കണ്ടപ്പം ഞാൻ യാഥാർത്ഥ്യത്തിൽ വിചാരിച്ചു അതൊരു പെൺകൊച്ചായിരിക്കും എന്നുള്ളത്. കാര്യം ഇവരെ പോലുള്ളവർ ഇനി ഞാൻ വെക്കാൻ പോകുന്നത് അവരുടെ ഫുള്ള് 43 മിനിറ്റോളമുള്ള 3/4 മണിക്കൂറുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രശസ്തമായ ഒരു പോർഷൻ, അതായത് എന്താണ് സർജറി, എന്താണ് കാര്യങ്ങൾ എന്നുള്ള പറയുന്ന ഒരു പോർഷനാണ് വെക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലുള്ളവരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഉയർത്തി കൊണ്ടുവരണം. പിന്നെ അത് മാത്രമല്ല, ഇവരെ പോലുള്ളവരൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ചിലരുടെ ഈ അപ്രബാധിത്യം ഉണ്ടല്ലോ, അത് തകരും. അത് അങ്ങനെ തകർന്ന് വീഴണം. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ ഈ ഒരു ഐഡൻറ്റിറ്റിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ, അപ്പോൾ അവർ പറയുന്നുണ്ട് മീഡിയ അറ്റൻഷൻ, എൻ്റെ സൗന്ദര്യം, ഇതൊക്കെ കൊണ്ടാണ് എല്ലാവർക്കും എന്നോട് കുശുമ്പെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുമ്പിൽ ഈ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ആ കാണുന്ന ആ ട്രാൻസ്ഫോർമായിട്ടുള്ള ആ കുട്ടിക്ക് എന്താ സൗന്ദര്യമുള്ളത്, നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയല്ലേ. അപ്പം അങ്ങനെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് നടത്തണം. അത് മാത്രമല്ല, അവർ സോഷ്യൽ മീഡിയയിൽ മുമ്പോട്ട് വരണം. അന്നേരം കുറച്ച് തെള്ളും ഇത് ഒരു ഉപജീവന മാർഗമാക്കി ഈ വ്യാജ ഐഡൻറ്റിറ്റി എടുത്ത് അണിഞ്ഞ പലരുടെയും പൊയ്മുഖങ്ങൾ പൊളിയാൻ അത് കാരണമാവും. അതുകൊണ്ട് ഇവരെ പോലുള്ളവരെ നമ്മൾ സപ്പോർട്ട് തരണം. ഇനിയിപ്പോൾ നമുക്ക് ഈ പെൺകുട്ടിയുടെ, ഈ ട്രാൻസ്ഫോമണായി മാറിയ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആ ഒരു പ്രോസസ്സ് എങ്ങനെ, അത് അത്ര എളുപ്പമുള്ള പ്രോസസ്സല്ലല്ലോ അതിനകത്ത് ഇൻ്റർവ്യൂ പറഞ്ഞതിൻ്റെ കൂട്ട്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അവസാനം വരെ ഒന്ന് കേൾക്കാം. നിങ്ങളിതൊന്ന് കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിലയിരുത്തുക. അമ്മയുടെ ടാറ്റു ആണോ? അതെ, ഇതെൻ്റെ അമ്മയുടെ ടാറ്റു ആണ്. ഒന്ന് കാണിച്ചേ. എൻ്റെ അമ്മ എവിടെ പോയാലും ഞാൻ എന്ത് ചെയ്താലും കാണണം. അമ്മമാർക്കേ പറ്റത്തുള്ളൂ വഴക്ക് പറയാനും അതെ, അമ്മമാർക്ക് നമ്മൾ എന്ത് ചെയ്യാനുമുള്ള അവകാശമുള്ളൂ, ചേർത്ത് പിടിക്കാനും പറ്റും. അമ്മ പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പിന്നീടും അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് പാവം കുറേ ശ്രമിച്ചായിരുന്നു എന്നെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയില്ല, അത്രയും വലിയ ഉയർന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിൻ്റെ അടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ആ മഹാവ്യക്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു തോന്നലാണ്. എൻ്റെ അടുത്ത് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ട് അയാൾ എൻ്റെ ഫുൾ ബോഡി ചെക്ക് ചെയ്തു. എന്നിട്ട് വെളിയിൽ വന്ന് എൻ്റെ അമ്മേനോടും ഞങ്ങളോടൊക്കെ പറയുക, ഇതൊക്കെ ഒരു തോന്നലാണ്, പുള്ളിക്കാരൻ്റെ എല്ലാം ഓക്കെയാണ്,
ഞാൻ വിചാരിച്ചു ഒരു ഡ്രസ്സ് അഴിച്ചിട്ട് ഒരു പ്രൈവറ്റ് പാർട്ട് മാത്രം കണ്ടിട്ട് എങ്ങനെ ഒരു മനുഷ്യൻ ഓക്കെ ആണ്. ഉം. ഞാൻ എന്നിട്ട് ചിന്തിച്ചു ഈ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെയാണോ ആൾക്കാരെയൊക്കെ വെച്ചേക്കുന്നത്. വലിയൊരു ഹോസ്പിറ്റലാണ്. തീർച്ചയായും വലിയൊരു ഹോസ്പിറ്റലാണ്, ഇഷ്ടം പോലെ ബ്രാഞ്ചുള്ള ഹോസ്പിറ്റലാണ് അത്. ഇനിയിപ്പോൾ സർജറിക്ക് എത്ര രൂപയായി? സർജറി ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? ഇതിൽ നമുക്ക് ഡൗൺ സർജറി എന്ന് പറയുമ്പോൾ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. ഷേപ്പ് ഉണ്ട്, SRS ഉണ്ട്, പിന്നെ കുടലെടുത്ത് ചെയ്യുന്നതുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. എന്ത് സർജറി നമുക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതിൽ എല്ലാത്തിനും റേറ്റും ഡിഫേഴ്സ് ആണ്. ഞാൻ എൻ്റെ സർജറി ചെയ്തതിന് എനിക്കിപ്പോൾ അറൗണ്ട് ഒരു 3 lakh 4 lakh അടുപ്പിച്ച് എല്ലാം കൂടെ ഡൗൺ സർജറി. അതെ. പിന്നെ ഈ ബ്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളത് എനിക്ക് സുജാ ഡോക്ടർ തന്ന അഡ്വൈസ് എന്ന് വെച്ചാൽ ബ്രസ്റ്റ് സർജറി നമ്മൾ എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ഹോർമോൺസ് എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് ഉണ്ട് ഈ നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി പാർട്ട് ചേഞ്ച് ആയി വരുവാണ്. അപ്പോൾ നമുക്ക് നോർമലി ബ്രസ്റ്റും ഗ്രോത്ത് ആവും. അപ്പോൾ അത് കാരണം ചിലവർക്ക് അത് ചെയ്യേണ്ടി വരത്തില്ല. അല്ലാണ്ട് തന്നെ അവർക്ക് ആ ഒരു ബ്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അത് എന്നോട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് അത് തന്നെയാണ്. ഇപ്പം തന്നെ ആകാംക്ഷ പറയുകയുണ്ട്, ഈ ഡൗൺ സർജറിക്ക് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ വെറൈറ്റീസ് എന്തൊക്കെയായി പറയുന്നത്? എൻ്റെ അറിവിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ കറക്റ്റായിട്ടൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ അറിവിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഷേപ്പ് സർജറി എന്ന് വെച്ചാൽ നമുക്ക് ഷേപ്പ് സർജറി ചെയ്താൽ യൂറിൻ മാത്രമേ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഓപ്പോസിറ്റ് സെക്സിൽ നമുക്ക് ഈ ഇൻസേർട്ടിങ് പാർട്ട് ഉണ്ടല്ലോ, അത് ഷേപ്പ് സർജറി ചെയ്താൽ പറ്റത്തില്ല. പിന്നെ SRS എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഉണ്ടായിരുന്ന ബോഡി പാർട്ട് വെച്ചിട്ട് തന്നെ അതെടുത്തിട്ടാണ് സർജറി ചെയ്യുന്നത്. അതൊരിക്കലും വെട്ടിക്കളയുന്നതല്ല. പൂർണ്ണമായിട്ട് ലിംഗം ഒഴിവാക്കുന്നില്ല. ഇല്ല. എന്നോട് കുറേ പേര് ചോദിച്ച സംശയമാണ്, അതെടുത്ത് മാറ്റിയിട്ട് മറ്റേതെടുത്ത് വെക്കുവാണോ എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ആ ഉള്ള ബോഡി പാർട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഫീമെയിൽ ആയിട്ടുള്ള ആ ഒരു ഓർഗൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ക്രിയേഷൻസ് ഒക്കെ എങ്ങനെയാ? അതൊക്കെ ഡോക്ടർമാരുടെ ആ ഒരു ഇതാണ്, അവർക്ക് അറിയാം. കുറേ സ്റ്റിച്ച് ഉണ്ടാവും, കരിച്ച് കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു ഇതിൽ. അപ്പോൾ SRS എന്ന് വെച്ചാൽ നമ്മുടെ ആ ഉണ്ടായിരുന്ന ആ ഒരു ബോഡി പാർട്ടിൽ എത്രത്തോളം അകത്ത് ഇൻസേർട്ട് ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ടാവും. നോർമൽ ഫീമെയിലിനെ പോലെ അങ്ങ് ഭയങ്കര ഒരു ഡീപ്പായിട്ട് നമുക്ക് പറ്റത്തില്ല. ഒരു ലിമിറ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. കുടലെടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ നോർമൽ ഒരു പെങ്കൊച്ച് എത്രത്തോളം ഒരു സെക്ഷൽ ലൈഫിൽ ഇൻറ്റിമേറ്റ് ഡീപ്പാകോ അത് എത്ര വേണോ. കാരണം കുടലെടുത്ത് വയറിൽ നിന്ന് കുടലെടുത്ത് അകത്തേക്ക് കണക്ട് ചെയ്ത് അപ്പോൾ എത്ര വേണോ നമുക്ക് ലിമിറ്റ് ഇല്ല. മീൻസ് ഒരു ഇൻസേർട്ടിങ് പാർട്ടിന് ഒരു ലിമിറ്റ് ഇല്ലാത്ത സംഭവമാണ്. ഇതാണ് എൻ്റെ അറിവിൽ. കുടലെടുത്ത് ചെയ്യുന്നത് റിസ്ക് ആണോ? റിസ്ക് ആണോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ 2 സർജറി സംബന്ധിച്ച് റിസ്ക് ആണ്. കാരണം അത് വയറിലും നമുക്കിങ്ങനെ നീളത്തിനൊരു കട്ട് വരും. അതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് താഴോട്ടേക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് റിസ്ക് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 സർജറി വെച്ച് നോക്കുമ്പോൾ കുടൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള സർജറി. ഈ സർജറി പോലെ തന്നെ ആണല്ലോ ഹോർമോണിനുള്ള ടാബ്ലറ്റ് കഴിക്കുന്നത്. ഈ ഹോർമോണിന്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? ഒരു പുരുഷൻ കഴിക്കുമ്പോൾ ഉള്ള മാറ്റങ്ങൾ? നമുക്ക് ഹോർമോൺസ് കഴിക്കുമ്പോൾ കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ മൂഡ് സ്വിങ്സ് വരും. ദേഷ്യം, ചിലവർക്ക് ദേഷ്യം കുറച്ച് ഹൈപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ദേഷ്യം വരും. പിന്നെ നമുക്ക് കുറച്ച് ഫീലിങ്സ് കുറച്ച് ഇന്റേണൽ ഹോർമോണിലുള്ള ഫീലിങ്സ് നമുക്ക് കുറച്ച് കൂടും. നമ്മുടെ ബ്രസ്റ്റ് ഗ്രോത്ത് ആയി തുടങ്ങും. നമ്മുടെ ബോഡി ഒന്ന് ഉടങ്ങി തുടങ്ങും. അത് പെട്ടെന്ന് ഒരിക്കലും മാറത്തില്ല. ഒരു 6-8 മാസം 1 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഓരോ മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്വയമേ അറിയാൻ പറ്റും, മാറ്റങ്ങൾ അനുഭവിക്കാൻ പറ്റും. നമുക്ക് ഈ ബ്രസ്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന പെയിനും കാര്യങ്ങളും ഉണ്ടാവും. പെയിൻ ഉണ്ടാവും കാരണം അത് ഗ്രോത്ത് ആവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ടൈം പീരീഡ് വരെ നമുക്ക് കമന്ന് കിടന്നാൽ പോലും ആ ഒരു എൻഡിൽ നമുക്ക് പെയിൻ ഉണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഗർഭിണിയാകാനോ അല്ലെങ്കിൽ പീരീഡ്സ് ഒന്നും നിങ്ങളെ സംബന്ധിച്ച് ഇല്ലല്ലോ? ഇതുവരെ എന്തായാലും ഇല്ല, ഒരിക്കലും ആവത്തും. എനിക്ക് തോന്നുന്നു കണ്ടുപിടുത്തങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്, ശ്രമിച്ചവരും ഉണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം നമുക്ക് ഇതൊക്കെ ആവണമെങ്കിൽ യൂട്രസ് വേണം. യൂട്രസ് എടുത്ത് നമ്മുടെ ബോഡിയിൽ വെച്ചാൽ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഇത് നമ്മുടെ ബോഡിക്ക് വേണം. ഒരുപാട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സർജറി ചെയ്തവർക്ക് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം സർജറി എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്താൽ നമ്മൾ കെയർ ചെയ്യേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ സർജറി ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്താ പറയുക, ഇൻഫെക്ഷൻ ആവാൻ ഒരുപാട് സാധ്യതകളുണ്ട്, ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ആ സമയത്ത് എന്താ പറയുക, അതാ നമുക്ക് കൃത്യം ഒരു 3 months എങ്കിലും നമ്മളൊരു പ്രോപ്പർ റെസ്റ്റ് എടുത്താൽ നമ്മളൊരു വെല്ലായിട്ട്, ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ 1 മാസം 1.5 മാസം കഴിയുമ്പോൾ തന്നെ
ഏകദേശം ഓക്കെ ആയി വരും. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതെന്ന് ഡെയിലി ക്ലീൻ ചെയ്യണം. യൂറിൻ ട്യൂബ് ഊരുന്നത് ഒരു ടൈം പീരീഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചില ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ താനെ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ച് ആയിരിക്കും. എനിക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് സ്റ്റിച്ച് എടുക്കണം ഡോക്ടറുടെ അടുത്ത്. അപ്പോൾ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഇത്രയും ഒരു സ്ട്രഗിൾ ആയിരിക്കും, ഇത്രയും വേദന ഉണ്ടാവുമെന്നല്ലേ? വേദന ഉണ്ടാകും, ഇത്രയും സ്ട്രഗിൾ ആയിരിക്കും ചെയ്താലെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് നമുക്ക് ആ ഒരു വേദന. അത്രമേൽ വേദന സഹിച്ചു. ആ തീർച്ചയായും 3 മാസം ആരുണ്ടായിരുന്നു നോക്കാൻ? എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരിന്നും ഉണ്ട്. ഇന്നും ഉണ്ട്. ഉം. ഞാൻ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വരുന്നതെന്ന്. അതെ. അതേപോലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരുന്നു എൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ കേട്ടല്ലോ നിങ്ങള്, നമുക്ക് ആർക്കും കേട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു റെസ്പെക്റ്റ് തോന്നുന്ന സംസാരം, അത്തരത്തിലുള്ള ഇടപെടൽ, അത്തരത്തിലുള്ള അവതരണം, ഇവരെ ഈ ഒരു കാര്യം കൊണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് അവരോട് ഒരു ബഹുമാനം തോന്നിപ്പോവുകയാണ്. കാര്യം എന്ത് ക്യൂട്ടായിട്ടാണ്, ഒന്നുമില്ല, സിമ്പിളായിട്ട് കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു തന്നു. അപ്പം ഇത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഇതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകും. എന്താണ് ഇതിൻ്റെ ഈ സർജറി പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് മനസ്സിലാകും. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്നുണ്ട്, പിന്നെ ഇത് ചെയ്തത് കൊണ്ട് ഒരിക്കലും പൂർണ്ണതയുള്ളൊരു സ്ത്രീയായി മാറുന്നില്ല എന്നുള്ള ഒരു കാര്യം. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ചിലർ നടത്തിയ നാടകത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ഡൗൺ സർജറി ചെയ്തിട്ട് പോലും ഇല്ല, എന്നിട്ട് തന്നെ വന്നിട്ട് വീഡിയോയ്ക്ക് മുമ്പ് വന്നിട്ട് അവരന്ന് പറഞ്ഞെന്താണ്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം നടന്നിരിക്കുന്നു, ഞാൻ സ്ത്രീയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തവർ ഈ വീഡിയോ കാണണം. കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, ഇതുപോലെ അവരുടെ വിചാരം അവർ മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാലല്ല, ഇതുപോലെ ആയിരക്കണക്കിന് സൗന്ദര്യമുള്ളതും സൗന്ദര്യം ഇല്ലാത്തതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇതുപോലത്തെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ആകുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന വ്യക്തി തൽപര കക്ഷി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതുപോലത്തെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി, നിങ്ങളുടെ ഉപജീവന മാർഗ്ഗം ഇപ്പോൾ അതാണല്ലോ, അതിനുവേണ്ടി നിങ്ങൾ ഓരോ വീഡിയോകൾ പടച്ചു വിടുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ മുമ്പോട്ട് വരണം. കാര്യം എന്താണ്, അപ്പോൾ ഇവർക്കാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്പേസ് കൊടുക്കേണ്ടതും ഇവരെ സോഷ്യൽ മീഡിയയിൽ ഇടം കൊടുക്കേണ്ടതും ഇവരുടെ വാക്കുകളാണ് കേൾക്കേണ്ടത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വേറെ ചില തൽപര കക്ഷികൾ വേഷം കെട്ടി നടക്കുന്ന കുറച്ച് ആൾക്കാർ, ഇവരൊക്കെ സർജറി കഴിഞ്ഞ് നമ്മൾ ആരേലും അറിഞ്ഞു, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോഴല്ലേ അറിയുന്നത്, ഇതുപോലെ ഉള്ളവരെ ഒരുപാട് പേര് വരുമ്പോൾ മറ്റവരൊക്കെ താനെ ഒരു സൈഡിലോട്ട് ഒതുങ്ങിക്കോളും. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ അങ്ങനെയുള്ളതാകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. കാര്യം എന്താണെന്നറിയാമോ, കാര്യം അവർ യാഥാർത്ഥ്യത്തിൽ ഇങ്ങനൊരു വ്യക്തിയല്ല. അവർ ഈ ഒരു ഐഡൻറ്റിറ്റി എടുത്ത് അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ആട്ടുന്തോലിട്ട ചെന്നായാണ്. അതാണ് അവരെ കമ്മ്യൂണിറ്റിപ്പെട്ടവർ തന്നെ പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലുള്ള ആൾക്കാർ മീഡിയയ്ക്ക് മുമ്പ് വരട്ടെ, ജനങ്ങൾ അറിയട്ടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ള് ഒരു 3/4 മണിക്കൂറുണ്ട്. നിങ്ങൾക്ക് കാണണമെങ്കിൽ ഫൺ വിത്ത് സ്റ്റാർ എന്ന് പറയുന്ന സെർച്ച് ചെയ്താൽ മതി, അതിനകത്ത് കിടപ്പുണ്ട്. ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് ഈ കുട്ടി. അപ്പം അത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പം വേറൊരു വീഡിയോ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്